അമേരിക്കയുടെ സൈനിക ആയുധ ശേഖരത്തിൽ ഗണ്യമായ കുറവുണ്ടെന്ന റിപ്പോർട്ടുകൾ ശക്തമായ രാഷ്ട്രീയ ചർച്ചകൾക്കും അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ റിപ്പോർട്ടുകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തിന്റെ ആയുധ ശേഖരം ശക്തമാണെന്നും അമേരിക്കയ്ക്ക് ആവശ്യമായതിലധികം ആയുധങ്ങൾ ഉണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം രാജ്യത്തിന്റെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയവരെ കണ്ടെത്തി ദീർഘകാല തടവ് ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ട്രംപ് തന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രതികരണം അറിയിച്ചത്. അമേരിക്കയ്ക്ക് ആയുധങ്ങളുടെ ക്ഷാമമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആയുധങ്ങൾ അമേരിക്കയുടെ കൈവശമുണ്ട്. ആവശ്യമായ എല്ലാ ആയുധങ്ങളും അതിവേഗത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട പ്രതിരോധ ഉപകരണങ്ങളും രാജ്യത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു ട്രംപിന്റെ കുറിപ്പ്. അതോടൊപ്പം തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ ചോർത്തുന്നവർക്കെതിരെ കടുത്ത ഭാഷയിലാണ് ട്രംപ് പ്രതികരിച്ചത്. അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പുറത്തുവിടുന്നത് രാജ്യദ്രോഹത്തിന് തുല്യമാണെന്നും അത്തരം വിവരം ചോർത്തിയവരെ കണ്ടെത്തി നിയമപരമായി കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവരച്ചോർച്ചയ്ക്ക് പിന്നിലുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിക്കുമെന്നും കുറ്റക്കാർക്ക് ദീർഘകാല തടവ് ശിക്ഷ ഉറപ്പാക്കുമെന്നും ട്രംപ് തന്റെ പോസ്റ്റിലൂടെ മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ട് പ്രകാരം വിഷയത്തിൽ നേരിട്ടറിവുള്ള 2 അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. അമേരിക്കയുടെ ആഗോള ദീർഘദൂര മിസൈൽ ശേഖരത്തിന്റെ വലിയൊരു വിഹിതം ഇതിനകം വിനിയോഗിക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ മിസൈൽ സംഭരണ ശേഷി മുൻപ് ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് കുറഞ്ഞിരിക്കാമെന്ന വിലയിരുത്തലും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ വാഷിംഗ്ടൺ പോസ്റ്റും സമാനമായ റിപ്പോർട്ടുമായി രംഗത്തെത്തി. കഴിഞ്ഞ ആഴ്ച തന്നെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിനോട് ട്രംപ് ആയുധക്ഷാമ സാധ്യതയെക്കുറിച്ച് വിശദീകരണം തേടിയിരുന്നുവെന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് ഈ റിപ്പോർട്ടുകളാണ് രാജ്യത്തിനകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. എന്നാൽ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പും ട്രംപ് ഭരണകൂടവും ഈ റിപ്പോർട്ടുകളെ തുടർച്ചയായി നിഷേധിച്ചു വരികയാണ്. രാജ്യത്തിന്റെ സൈനിക ശേഷി ശക്തമാണെന്നും യാതൊരു തരത്തിലുള്ള പ്രതിരോധ ദൗർബല്യവും നിലവിലില്ലെന്നുമാണ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക നിലപാട്. അമേരിക്കയുടെ മിസൈൽ ശേഖരത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നവയാണ്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാറില്ല. പെന്റഗണിൽ നിന്ന് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നതും കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. പീറ്റ് ഹെക്സത്ത് പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റതിനു പിന്നാലെ പെന്റഗണിൽ നിന്നുള്ള വിവര ചോർച്ച തടയുന്നതിനായി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഭരണകൂടത്തെ അസ്വസ്ഥമാക്കിയെന്നാണ് വിലയിരുത്തൽ. അതേസമയം അമേരിക്കൻ പ്രതിരോധ രംഗത്തെ പഠന സ്ഥാപനമായ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പുറത്തുവിട്ട വിലയിരുത്തലും ശ്രദ്ധേയമാണ്. പൊതുവായി ലഭ്യമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ജൂലൈ അവസാനത്തോടെ നടത്തിയ പഠനത്തിൽ അമേരിക്കയുടെ കൈവശം നിലവിൽ 759 മുതൽ 827 വരെ പേട്രിയറ്റ് മിസൈലുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂവെന്നാണ് സ്ഥാപനം വിലയിരുത്തുന്നത്. ഇറാനുമായുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അമേരിക്കയുടെ പേട്രിയറ്റ് മിസൈൽ ശേഖരം ഏകദേശം 2330 ആയിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു പുറമെ ശത്രുക്കളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന താഡ് മിസൈൽ സംവിധാനത്തിന്റെ ഏകദേശം 60% ഇതിനകം ഉപയോഗിച്ചു കഴിഞ്ഞുവെന്ന വിലയിരുത്തലും പുറത്തുവന്നു. മുൻ അമേരിക്കൻ മെറൈൻ കോർപ്പസ് കേണൽ മാർക്ക് കാൻഷെയാണ് ഈ വിലയിരുത്തൽ മുന്നോട്ട് വെച്ചത്. ദീർഘകാല സംഘർഷ സാഹചര്യങ്ങളിൽ അത്യാധുനിക മിസൈലുകളുടെ ഉൽപാദന വേഗതയും ഉപയോഗ നിരക്കും തമ്മിലുള്ള വ്യത്യാസം വലിയ വെല്ലുവിളിയാകാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനുമായുള്ള യുദ്ധം 6ാം മാസത്തിലേക്ക് കടന്നതോടെയാണ് അമേരിക്കയുടെ യുദ്ധശേഖരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ശക്തമായത്. ദീർഘദൂര ആക്രമണങ്ങൾക്കും വ്യോമ പ്രതിരോധത്തിനുമായി ഉപയോഗിക്കുന്ന അത്യാധുനിക മിസൈലുകൾ വലിയ തോതിൽ വിനിയോഗിക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് നിർമ്മിക്കാൻ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ എടുക്കുന്ന സാങ്കേതിക വിദ്യയുള്ള മിസൈലുകളാണ് യുദ്ധത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുവെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ പ്രതിരോധ ശേഖരത്തിൽ വലിയ കുറവുണ്ടെന്ന വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. എന്നാൽ ട്രംപ് ഭരണകൂടം ആവർത്തിച്ചു പറയുന്നത് മറ്റൊന്നാണ്. യുദ്ധകാലത്ത് ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് സ്വാഭാവികമാണെന്നും അതിനനുസരിച്ച് പുതിയ ആയുധങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും ഭരണകൂടം വ്യക്തമാക്കുന്നു. കൂടാതെ അത്യാധുനിക മിസൈലുകളും മറ്റു പ്രതിരോധ ഉപകരണങ്ങളും വേഗത്തിൽ നിർമ്മിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഹെക്സത്ത് വ്യക്തമാക്കി. അമേരിക്കൻ പ്രതിരോധ വ്യവസായം കൂടുതൽ ഉൽപാദനശേഷിയിലേക്ക് മാറുകയാണെന്നും ആവശ്യമായ എല്ലാ സൈനിക ഉപകരണങ്ങളും പുനർശേഖരത്തിനുള്ള നടപടികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനായി അധിക സാമ്പത്തിക സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൈനികരുടെ ശമ്പളം, വെടിക്കോപ്പുകളുടെ പുനർശേഖരണം, മിസൈലുകൾ ഉൾപ്പെടെയുള്ള സൈനിക ഉപകരണങ്ങളുടെ വേഗത്തിലുള്ള നിർമ്മാണം എന്നിവയ്ക്കായി $87 ബില്യൺ അടിയന്തര ഫണ്ട് അനുവദിക്കണമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അമേരിക്കൻ സൈന്യത്തോട് അഭ്യർത്ഥിച്ചിരുന്നു.
യുദ്ധ സാഹചര്യത്തിൽ പ്രതിരോധ സജ്ജ നിലനിർത്താൻ ഈ ഫണ്ട് അനിവാര്യമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളും ഭരണകൂടത്തിന്റെ വിശദീകരണങ്ങളും തമ്മിൽ വലിയ വൈരുദ്ധ്യമാണ് കാണപ്പെടുന്നത്. ഒരു വിഭാഗം റിപ്പോർട്ടുകൾ അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ ഗണ്യമായ ഇടിവുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ട്രംപ് ഭരണകൂടം അതിനെ പൂർണ്ണമായും തള്ളുകയാണ്. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ ചോർത്തിയവരെ കണ്ടെത്താനുള്ള അന്വേഷണം ശക്തമാക്കുമെന്നും അത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നത് രാജ്യദ്രോഹമായ കുറ്റമാണെന്നും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി.